നമസ്കാരം. എനിക്ക് വന്നൊരു ചോദ്യം. ഭഗവത്ഗീതയിൽ മൂന്നാമത്തെ ഒരു അധ്യായത്തില് 11, 12, 13 ശ്ലോകമൊക്കെ നമ്മെ സഹായിക്കാൻ ഒരുപാട് ദേവീദേവന്മാർ അല്ലെ ദേവതകളുണ്ടെന്നും നമ്മൾ അവരെ പ്രീതിപ്പെടുത്തണമെന്നും അങ്ങനെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് അവർ നമ്മളെ ഇങ്ങോട്ട് സഹായിക്കും, നമ്മൾ അങ്ങോട്ട് ഒരു പരസ്പര ഒരു ധാരണയിലും ഒരു സ്നേഹബന്ധത്തിലുമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ അവരെ പ്രീതിപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ഈ പരസ്പര ധാരണ എങ്ങനെയാണ്? പലർക്കും സംശയം കാണും. കൃഷ്ണൻ ഇത് പറയുന്ന സമയത്ത് അന്നത്തെ കാലഘട്ടത്ത് അന്നത്തെ മനുഷ്യർക്ക് ഈ ദേവതാ സങ്കല്പം അല്ലെങ്കിൽ ദേവീ ദേവന്മാരുടെ സങ്കല്പത്തിലാണ് സകലരും അന്ന് ആ കാലഘട്ടത്തുണ്ടായിരുന്നത്. ഇതിപ്പോ ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഇസ്രായേലിലൂടെ ദൈവം ഒരു ജനത്തെ തെരഞ്ഞെടുത്ത് പഠിപ്പിച്ചുകൊണ്ട് വന്നെങ്കിൽ പോലും അതിൽ തന്നെ പറയുന്നുണ്ട്, ഈ എബ്രഹാം എന്ന് പറയുന്ന അല്ലെ ഇബ്രാഹിം നബിയെ ദൈവം തെരഞ്ഞെടുക്കുന്നത് ബഹുദൈവ ആരാധന അല്ലെങ്കിൽ ദേവീ ദേവ സങ്കല്പത്തിലും പ്രതിമകളും വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി ആരാധിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഇബ്രാഹിം നബി അല്ലെ എബ്രാഹിമിനെ ആദ്യമേ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നമേ ഈ ഒരു സിസ്റ്റമാണ് ശരിക്കും ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കണം. ഇതെങ്ങനെ ഈ സിസ്റ്റം വന്നു? അതായത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം അവന് ചില വ്യവസ്ഥകളും കാര്യങ്ങളെല്ലാം ഓരോ കാലഘട്ടത്തിലും ചില ദേവന്മാരിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അദൃശ്യ ശക്തികളിലൂടെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാൽ ഏലിയൻസിലൂടെ അവന് അപ്പോഴപ്പോഴും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഓരോ വ്യവസ്ഥകൾ അവന് ഏൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അതനുസരിച്ചാണ് മനുഷ്യർ പണ്ട് മുതലേ വന്നുകൊണ്ടിരുന്നത്. അവന് വേണ്ട വസ്ത്രത്തിന്റെ കാര്യങ്ങൾ, തീ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ, വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങൾ, ചെടികളിൽ നിന്നുള്ള ഔഷധ കാര്യങ്ങൾ, അപ്പൊ ഇങ്ങനെയൊക്കെ ഈ മനുഷ്യന് വേണ്ട സകലമാന നിർദ്ദേശങ്ങളും സഹായങ്ങളെല്ലാം ഓരോരോ ദേവന്മാർ അല്ലെങ്കിൽ ഈ അദൃശക്തികൾ അല്ലെങ്കിൽ ഏലിയൻസ് അവരിലൂടെയാണ് മനുഷ്യന് അപ്പോഴപ്പോഴും നിർദ്ദേശം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്നല്ല ഈ മനുഷ്യരെല്ലാം ഈ നിർദ്ദേശം തരുന്ന മറ്റ് ഗ്രഹങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഡയമെൻഷനിൽ നിന്നോ പ്രത്യക്ഷപ്പെട്ടു വരുന്ന ഇവരെയൊക്കെ ദൈവങ്ങളായിട്ടാണ് സങ്കല്പിച്ചിരുന്നത്. അപ്പൊ അതിൽ ചില ജ്ഞാനം അല്ലെങ്കിൽ അറിവ് കുറച്ച് കൂടുതലായി വന്ന ആ ചില വ്യക്തികൾ അവർ കൂടുതൽ സംശയങ്ങളൊക്കെ ചോദിക്കുകയും ഈ വിധ ശക്തികളിലൂടെ ഈ മനുഷ്യനുള്ള അല്ലെങ്കിൽ മനുഷ്യനിൽ ദൈവം വെച്ചിരിക്കുന്ന ഈ വിധ കാര്യങ്ങളും കഴിവുകളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന ഈ ചില കാര്യങ്ങളും ഈ ദേവീ ദേവന്മാർ ഇവരാണ് ശരിക്കും ഈ സകലമാന ഡ്യൂട്ടീസിലൊക്കെ ചെയ്യുന്നതെന്നും സൃഷ്ടാവാൻ ദൈവം നേരിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നും അതൊരു പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സ്, ഒരു പരമമായ ഒരു ആത്മാവ്, ഇതൊക്കെ മനസ്സിലാക്കി മനുഷ്യർ മുന്നോട്ട് പോകുമ്പോൾ എവരാണ് ശരിക്കും ഈ അദൃശ്യ ശക്തികൾ അല്ലെങ്കിൽ ദേവീ ദേവന്മാരാണ് ശരിക്കും മനുഷ്യന്റെ സകലമാന കാര്യങ്ങളും സദാസമയം ഓരോ സമയം പ്ലാൻ ചെയ്യുന്നതും നോക്കുന്നതും പരിപാലിക്കുന്നതൊക്കെ ചെയ്യുന്നത് എവരാണെന്നുള്ള സത്യം മനുഷ്യന് തിരിച്ചറിവുണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോ ഇവരെ പ്രീതിപ്പെടുത്തി ഇവരുമായി നല്ല ടേംസിലായിരുന്നു പണ്ട് മനുഷ്യർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഇവരെയൊക്കെ ബഹുമാനിച്ചും ഇവരെ മാനിച്ചും ഇവർക്ക് വേണ്ടത് കൊടുത്തും ശരിക്കും ഇത് പ്ലാൻഡ് ആണ്, ഇല്ലെന്നല്ല. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, നിറങ്ങളുണ്ട്, ചില ആവാഹന കല്ലുകളുണ്ട്, ഇങ്ങനെ ചില ചെടികളുണ്ട്, മൃഗങ്ങളുണ്ട്. ഇതൊക്കെ ഈ അദൃശ്യ ശക്തികൾ മനുഷ്യനെ മാത്രമല്ല ഈ ഭൂമിയിലുള്ള സകലമാന സാധനങ്ങളെയും ഇവർക്ക് സ്വാധീനമുണ്ട്. കാരണം ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള തന്നെ എല്ലാ സാധനങ്ങളും മനസ്സിലാക്കാം. അതിൽ ഈ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിലുള്ള സകലമാന സാധനങ്ങളും ഈ അദൃശ്യമായ ഈ മറ്റ് ഡയമെൻഷനിൽ വസിക്കുന്ന ഈ ഏലിയൻസ് അല്ലെങ്കിൽ ദേവീ ദേവന്മാരാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സുപ്പീരിയർ ഏലിയൻസിൽ നിന്നും അല്ലെങ്കിൽ ദേവീ ദേവന്മാരിൽ നിന്നും ഇവർക്ക് ഈ ഭൂമിയിലുള്ള സകലമാന സാധനങ്ങളും അവരുടെ നിയന്ത്രണത്തിനായി വേർതിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചില മൃഗങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരു ദേവനായിരിക്കും, ചില വൃക്ഷങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ദേവനായിരിക്കും, മറ്റു ചില വൃക്ഷങ്ങളൊക്കെ മറ്റൊരു ദേവൻ. അങ്ങനെ ഈ ഭൂമിയിലുള്ള സകലമാന സാധനങ്ങളെയും കാര്യങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് അതാത് അദൃശ്യ ശക്തികളെ നിയന്ത്രിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ പരിപാലനവും അവരുടെ കാര്യങ്ങളെല്ലാം ഈ അദൃശക്തികളാണ് നോക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ ജാതകത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു മൃഗം കാണും, നമുക്കൊരു പക്ഷി കാണും, നമുക്കൊരു വൃക്ഷം കാണും. കാര്യം ഇവരുടെ ഈ ജീവജാലങ്ങളെയും അല്ലെ ഈ സാധനങ്ങളെയും കൂടെ നമ്മളെയും പരിപാലിക്കുന്നത് ഈ ഒരു പ്രധാന ദേവനായിരിക്കും. അങ്ങനെ ഓരോ ആത്മാക്കളും ഓരോ കാലഘട്ടത്ത് ജനിക്കുമ്പോൾ അതാത് ഒരു പ്രധാന ദേവൻ അല്ലെങ്കിൽ ഒരു പ്രധാന മാലാഖ ഇവരെ നിയന്ത്രണത്തിലുണ്ട്, ഇവരുടെ ഉത്തരവാദിത്തത്തിൽ വന്നിട്ടുണ്ട്.
ഇവരുടെ ഉത്തരവാദിത്തം മനുഷ്യനെ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വിഭാഗം ചെടി, ഒരു വിഭാഗം മത്സ്യ അല്ലെങ്കിൽ കടൽ ജീവികൾ, ഒരു വിഭാഗം മൃഗങ്ങളൊക്കെ ഈ ഏലിയൻസുകൾ അല്ലെങ്കിൽ ഈ ദേവന്മാരാണ് വീതിച്ചെടുക്കുന്നത്. അപ്പൊ മനുഷ്യര് ഇവരുടെ ഇഷ്ടം അനുസരിച്ചും ഇവരുടെ ഇഷ്ടം മനസ്സിലാക്കിയും വേണം ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ. എന്റെ മുൻ മെസ്സേജിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സഹായിക്കുന്നതല്ല, ഒരു പ്രധാന ദേവനുണ്ട് അല്ലെങ്കിൽ ഒരു പ്രധാന ഏലിയനുണ്ട്. നമ്മളെ ആത്മാവ് എത്രത്തോളം വളരുന്നു, എത്രത്തോളം പവർഫുൾ ആവുന്നു, അതനുസരിച്ചാണ് നമ്മളെ സഹായിക്കുന്ന ഈ ദേവി ദേവന്മാരുടെ സഹായങ്ങൾ നമുക്ക് കിട്ടുന്നത്. നമ്മളിലും അവരുടെ പകർച്ചയുണ്ട്, ബാക്കി ഈ പ്രപഞ്ചത്തിൽ അല്ലെ ഭൂമിയിൽ മൊത്തം നിറഞ്ഞു നിൽപ്പുണ്ട്. നമ്മൾ കൂടുതൽ വളരുന്നതനുസരിച്ച് പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളിലേക്ക് പവർ, എനർജി കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും. എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നമ്മൾ ആത്മാവ് ബലപ്പെടുന്നു, അതനുസരിച്ച് ഈ എനർജി നമ്മളിലേക്ക് കൂടി കൂടി വന്നുകൊണ്ടിരിക്കും. ഇത് നമുക്ക് ചുറ്റുമുണ്ട്, ഈ അദൃശ്യ ശക്തിയുടെ പകർച്ച എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഈ ശക്തികൾക്ക് അവരുടേതായിട്ടുള്ള ചില ലിമിറ്റേഷൻ അല്ലെ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ പകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതാണ് അവരുടെ ഇഷ്ടം. ഇപ്പൊ ചില കല്ലുകൾ, ഇപ്പൊ രത്നം പോലുള്ള പല കല്ലുകളുണ്ട്, സ്വർണം, വെള്ളി, ഇപ്പൊ ഇങ്ങനെയൊക്കെ പല ലോഹങ്ങൾ, ഇതെല്ലാം ഓരോരോ ദൂതന്മാർക്ക് അല്ലെ ഓരോരോ ദേവന്മാർക്ക് അവകാശപ്പെട്ടാണ്, അല്ലെ അവരുടെ ഡ്യൂട്ടിയാണ്, അവരുടെ സാധനം. അപ്പൊ നമ്മൾ അവരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ജീവിക്കുകയും അതാത് ദേവന്മാർ, ഇപ്പൊ ഞാൻ എന്നെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന ദേവനുണ്ട്, ഇല്ലെന്നല്ല, ഒരു പ്രധാന ഏലിയനുണ്ട്. അതിന്റെ ഇഷ്ടത്തിനുള്ള ചില കല്ലുകൾ കാണും, ചില വൃക്ഷങ്ങൾ കാണും, ചില പുഷ്പങ്ങൾ കാണും, ചില ജീവികൾ കാണും, മൃഗങ്ങൾ കാണും. അപ്പൊ ഞാൻ ഇത് എന്റെ ദേവൻ അല്ലെ എന്റെ പ്രധാന ദേവൻ ആരാന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്ന ദേവന്മാരെ ഞാൻ തിരിച്ചറിഞ്ഞിട്ട് അതാത് ദേവന്മാരുടെ നിയന്ത്രണത്തിലുള്ള വൃക്ഷങ്ങളെയോ പൂക്കളെയോ ചെടികളെയോ കല്ലുകളെയോ ലോഹങ്ങളെയോ ഞാൻ മാനിച്ചാൽ, അല്ലെ ഞാൻ അവരെയായിട്ട് സ്വാധീനമുണ്ടാക്കിയാൽ, ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെയൊക്കെ ഉള്ളിലുള്ള അതേ ചൈതന്യം പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ, അതിന്റെയൊക്കെ പവർ, ശക്തി നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ ആവാഹിച്ച് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ദൂതന്റെ അല്ലെങ്കിൽ ആ ദേവതയുടെ പ്രസൻസ് അല്ലെങ്കിൽ അനുഗ്രഹം നമുക്ക് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ സഹായം നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോന്നിനെ ആവാഹിച്ച് അല്ലെങ്കിൽ സ്വാധീനിച്ചെടുക്കേണ്ടത്. പക്ഷെ ഇത് മനസ്സിലാക്കിയ ഈ ആസുരിക ശക്തികൾ ഇത് എല്ലാത്തിലും ഈ നെഗറ്റീവ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ ദൈവം ഈ ഒരു വ്യവസ്ഥകൾ പോസിറ്റീവ് തലത്തിൽ നിന്നും കൊണ്ടും ദൈവത്തിന്റെ കൂടെ ശിക്ഷയുടെ സ്ഥാനങ്ങളുണ്ട്, രക്ഷയുടെ സ്ഥാനം, രണ്ടു വിഭാഗം ദൈവത്തിന്റെ ഇതിലുണ്ട്. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ അവരെയൊക്കെ നമ്മൾ തൃപ്തിപ്പെടുത്തി നിന്നാൽ അവരുടെ പവേഴ്സ് അല്ലെ അവരാണല്ലോ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. നമ്മുടെ രോഗങ്ങളുടെ കാര്യത്തിലും നമുക്ക് ധനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, നമുക്ക് ശരീരസുഖം, നമ്മുടെ ആത്മീയ വളർച്ച, നമ്മുടെ ജ്ഞാനം, ഇതെല്ലാം ഇവരൊക്കെ ചേർന്നാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ നമ്മൾ ആരെയാണോ കൂടുതൽ സ്വാധീനിക്കുകയും കൂടുതൽ അവരെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നത്, അവരുടെ സ്വാധീനം നമുക്ക് കൂടുതൽ വരും. ഇതിനെയാണ് പിന്നീട് ഈ ആസുരിക ശക്തികൾ പതുക്കെ മനുഷ്യരുടെ തലയിൽ കയറി പ്രവർത്തിച്ചിട്ട് ഇന്നത് തന്നാൽ ഞാനത് ചെയ്തു തരാം എന്ന ലെവലിൽ ആക്കിക്കൊണ്ട് വന്നു. അപ്പൊ ഈ മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിവ് ഇല്ലാത്ത ലെവലിലോട്ടായിപ്പോയി. ഈ ഒരു തിയറിയുണ്ട്, ദൈവത്തിന്റെ കയ്യിൽ ദേവി ദേവന്മാരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ ഒരുപാട് അദൃശക്തികളെ നിയന്ത്രിക്കുന്നതെന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ശരിക്കും മനസ്സിലാക്കിയ മനുഷ്യർ ആ പ്രകൃതിയുടെ ധർമ്മം പാലിച്ചു. അതായത് ഈ ഓരോ ദേവി ദേവന്മാർക്ക് അതിന്റേതായ ധർമ്മം, നിയമം, വ്യവസ്ഥകളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു തൊഴിൽ മേഖല നിയന്ത്രിക്കുന്നതിന് അതിന്റേതായ ധർമ്മങ്ങളുണ്ട്, സ്നേഹത്തിന്റെ അതിന്റേതായ ധർമ്മം, അതിന്റേതായ വ്യവസ്ഥകളുണ്ട്. അപ്പൊ ഇതെല്ലാം കറക്റ്റ് പാലിക്കുമ്പോഴാണ് ഇവർ നമ്മളെ തിരിച്ച് നമ്മളോട് സഹകരിക്കാൻ കാണിക്കുന്നത്. അല്ലാതെ ചെയ്തു തരണേ, ഞാൻ പഴം തന്നോളാം, തേങ്ങ തന്നോളാം, ശർക്കര തന്നോളാം, അല്ലെങ്കിൽ ഏതെങ്കിലും ചാണകം ഉരുട്ടി വെച്ചോളാം എന്ന് പറഞ്ഞ് അവരെ അങ്ങനെ പ്രീതിപ്പെടുത്തി അല്ല അവരെ നമ്മളെ പ്രീതിപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ അവരെ നമ്മളെ തിരിച്ച് സഹായിക്കേണ്ടത്. ധർമ്മം പാലിച്ചാണ് സഹായിക്കേണ്ടത്. ഓരോ ദേവന്മാർക്ക് അല്ലെങ്കിൽ ഓരോ യാദശക്തികൾക്കും അവരുടേതായിട്ടുള്ള ചില ധർമ്മങ്ങൾ, വ്യവസ്ഥകളുണ്ട് ഈ കാര്യം സാധിച്ചു തരുന്നതിന്. എന്ത് കാര്യത്തിൽ ഇപ്പൊ നമ്മുടെ രോഗം മാറ്റി തരുന്നതിനും അല്ലെ എന്തെങ്കിലും പ്രശ്നം വരുന്നതിനും അവരെ പ്രീതിപ്പെടുത്തുമ്പോൾ അവർ അത് നമ്മളിലേക്ക് സ്വാധീനിച്ച് നമുക്കത് ക്ലിയർ തരും. പക്ഷെ എങ്ങനെ ക്ലിയർ ചെയ്യും? അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ പ്ലാനുകൾ, അല്ലെങ്കിൽ അവരെ വെച്ചിരിക്കുന്ന ആ നിയമത്തിലൂടെ പോയാലേ അവരുടെ സഹായം നമുക്ക് കിട്ടുള്ളൂ. ഇത് വേണം ചെയ്ത് നമ്മൾ അവരെ പ്രീതിപ്പെടുത്താൻ. ഇപ്പം ധർമ്മം അല്ലെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ വ്യവസ്ഥ അല്ലെങ്കിൽ നിയമം ഇത് മനസ്സിലാക്കി ആ അദൃശക്തിയുടെ ആ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി ആ നിയമങ്ങൾ നമ്മൾ പാലിച്ച് കാണിക്കുമ്പോഴാണ് അവർ പ്രീതിപ്പെടുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്നെ ഒരാൾ ജോലിക്ക് വിളിച്ചു, അയാൾ നമ്മളെ ഒരു സുപ്പീരിയർ ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മുതലാളിയുടെ ഒരു മാനേജർ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഈ മാനേജർ നമ്മളിൽ പ്രീതിപ്പെട്ടാലേ ഈ മാനേജർ പോയി നമ്മളെ മുതലാളിയുടെ അടുത്ത് പോയിട്ട് അയ്യോ കൊള്ളാം എന്ന് പറഞ്ഞ്
മുതലാളിയുടെ കയ്യിൽ നിന്ന് ഒരു 50 രൂപ കൂടുതൽ കൊടുക്കാം, നല്ല പണിയാണ് എന്ന്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി മാനേജർ ആയിരിക്കും മുതലാളിയുടെ കയ്യിൽ നിന്ന് നമുക്ക് ശമ്പളം വാങ്ങിച്ചിരുന്നത്. മുതലാളിയായിരിക്കും ജോലിക്ക് വിളിച്ചെങ്കിൽ പോലും ഈ മാനേജർ മുഖാന്തരമായിരിക്കും ഒരു അനേക തൊഴിലാളികൾ കാണും, പല മാനേജർമാർ കാണും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ മാനേജറെ പ്രീതിപ്പെടുത്തുന്നത്? നമ്മൾ മാനേജറെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് എനിക്കിത്തിരി കൂടുതൽ ശമ്പളം വാങ്ങിച്ചത്, അല്ലെ എന്നെ ഇവിടെ ജോലി സ്ഥിരപ്പെടുത്ത്, ഞാൻ ഇത്ര രൂപ നിനക്ക് കൈക്കൂലി തന്നോളാം, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു പടല പഴം തന്നോളാം, അല്ലെങ്കിൽ കുറെ പൂ നിനക്ക് തന്നോളാം, അല്ലെങ്കിൽ കുറെ ആഹാരം വാങ്ങിച്ച് ബിരിയാണി വാങ്ങിച്ച് അല്ലെങ്കിൽ സദ്യ വാങ്ങിച്ച് തന്നോളാം എന്നും പറഞ്ഞ് സ്വാധീനിച്ചാണ് ശരിക്കും ആ മാനേജർ കീഴ്പ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ മാനേജറുടെ പ്രീതി നമുക്ക് വരേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിട്ട് ആ മാനേജർ തന്നെ നെഗറ്റീവ് ആയിരിക്കും. അയാൾ നമ്മൾ തന്നെ പറയും കൈക്കൂലിക്കാരൻ, അല്ലെങ്കിൽ നിയമം തെറ്റി നിൽക്കുന്ന ആളെന്നേ നമ്മൾ മനസ്സിലാക്കാവൂ. അപ്പൊ അതല്ല ശരിക്കും വേണ്ടത്. ആ മാനേജറുടെ ഇഷ്ടം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ജോലി ചെയ്ത് കാണിക്കുമ്പോഴാണ് ആ മാനേജർ അയവൻ കൊള്ളാം. ചിലപ്പോൾ ആ മാനേജർ ഭയങ്കര പങ്ക്ച്വാലിറ്റി ഉള്ള ആളായിരിക്കും. കറക്റ്റ് സമയത്ത് വരുന്നോ നോക്കുന്ന മാനേജർ ആണെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്ത് പോയി ആ ജോലി ചെയ്ത് കാണിക്കണം. ചില മാനേജർമാർക്ക് പെർഫെക്ഷനിലാണ് കാര്യം. സ്പീഡ് ഇത്തിരി കുറഞ്ഞാലും ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് വർക്കാണോ നോക്കുന്ന മാനേജർ ആണെന്ന് മനസ്സിലായാൽ നമ്മളവിടെ ആ ജോലി ചെയ്ത് പെർഫെക്റ്റായി ചെയ്ത് കാണിക്കണം. ഒരു മാനേജർ ചിലപ്പോൾ പെർഫെക്റ്റ് വർക്ക് അല്ല നോക്കുന്നത്, ഇത്ര സമയത്തിനകത്ത് എന്തുമാത്രം ചെയ്തെന്നായിരിക്കും നോക്കുന്നത്. അങ്ങനെയുള്ള മാനേജർ ആണെങ്കിൽ ആ മാനേജറിന് മുമ്പിൽ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ചെയ്ത് സമയം വെറുതെ കളയാതെ സ്പീഡായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക. അപ്പൊ ഇങ്ങനെ ആ മാനേജറുടെ ഇഷ്ടം മനസ്സിലാക്കി നമ്മൾ വർക്ക് ചെയ്ത് കാണിക്കണം. കാരണം ഈ ദൈവം അല്ലെങ്കിൽ ഈ മെയിൻ മുതലാളി ഈ മാനേജർമാരെ നിർത്തിയേക്കണത് അവരെ ആ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും എന്ന രീതിയിൽ ദൈവത്തിന്റെ വിശ്വസ്തരായിട്ടാണ് ഈ മാനേജർമാരെ നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ മുതലാളി മാനേജർമാരെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവർ നമ്മളോട് കൈക്കൂലി വാങ്ങിച്ചിട്ട് നമ്മളെ ശമ്പളം കൂട്ടി വാങ്ങിച്ചു തരികയും നമ്മളെ സ്ഥിരം ജോലിയാക്കുകയും ചെയ്യുമ്പോൾ ഇത് ആ മുതലാളി അറിയാമ്പോൾ ആ മാനേജറെ മുതലാളി പുറന്തള്ളി കളയും. കാരണം മുതലാളിക്ക് വിരുദ്ധമായ രീതിയിൽ അനീതി പ്രവർത്തിക്കുന്ന ഒരു മാനേജറെ ആ മുതലാളി നിർത്തൂല. അപ്പൊ ശരിക്കും ദൈവത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഈ അദൃശ്യ ശക്തികൾ, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഈ ശക്തികൾ ഈ മാനേജർമാരെ പോലെ വിശ്വസ്തരും സത്യസന്ധരുമാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ അവരെ നമ്മൾ അവരുടെ രീതി മനസ്സിലാക്കി അവരെ തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ അവർക്ക് മുമ്പിൽ ആത്മാർത്ഥമായി, അതാണ് നിസ്വാർത്ഥമായ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് വേണം പ്രീതിപ്പെടുത്താൻ. പക്ഷെ അതെല്ലാം മാറി കൈക്കൂലി കൊടുത്ത്, അതായത് നമ്മൾ ധർമ്മം പാലിക്കുന്നില്ല, നിയമം പാലിക്കുന്നില്ല, വ്യവസ്ഥകളൊന്നും നോക്കുന്നില്ല, പകരം എനിക്ക് ഇത്ര കിട്ടിയാൽ ഞാൻ ഇത്ര തന്നോളാം, അല്ലെങ്കിൽ ഇന്ന തന്നോളാം, എന്റെ ഈ കാര്യം സഹായിച്ചു തരണേ എന്ന രീതിയിൽ കാര്യങ്ങൾ മാറിയപ്പോ ഇത് മാറ്റിയതേ ഈ ആസുരിക പൈശാചിക ശക്തികളാണ്. എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യർക്ക് ഈ പൈശാചിക ശക്തികളാണ് രഹസ്യത്തിൽ വന്ന് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കീഴിൽ ഒരുപാട് പൊസിഷൻസ് ഉണ്ട്, ഒരുപാട് ഡയമെൻഷൻസിൽ പല ലെവലില് പല സുപ്പീരിയർ പവേഴ്സുകളുണ്ട്, നമ്മുടെ കീഴെ നമ്മളെ നോക്കാനും ഒക്കെ ഉണ്ട്. ഇതേപോലെ ഈ ഡ്യൂപ്ലിക്കേറ്റ് പൈശാചിക ശക്തികൾ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകളെ തത്തുല്യത്തിൽ വെച്ചിട്ടുണ്ട്. ഒരു ശിവനുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, വിഷ്ണു ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഇങ്ങനെ സകലത്തിനും ഡ്യൂപ്ലിക്കേറ്റ് നെഗറ്റീവ്സ് ഉണ്ടാക്കി വെച്ചിട്ട് ഈ ബോധമില്ലാത്ത അല്ല അറിവില്ലാത്ത അല്ല ഇങ്ങനെയുള്ള ആത്മീയ വളർച്ച ഇല്ലാത്ത മനുഷ്യരെ പറ്റിച്ചുകൊണ്ട് ഇവരുടെ കയറി കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഇതാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നിർത്തലാക്കുന്നത്. ശക്തമായ രീതിയിൽ ദേവന്മാർ അല്ലെങ്കിൽ ഈ അദൃശക്തികളെ ഇറക്കി ഈ ഏലിയൻസ് നെഗറ്റീവ് ഏലിയൻസിനെ എല്ലാം ഇവനി ദൈവം നശിപ്പിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ തോൽപ്പിച്ചുകൊണ്ടിരിക്കും. മനുഷ്യനെ കബളിപ്പിച്ച് പറ്റിക്കുന്ന ഇവരെല്ലാം ദൈവം തന്നെ പൂർണ്ണമായി നശിപ്പിക്കും. അങ്ങനെ വരുമ്പോൾ സത്യയുഗം ഉണ്ടായി വരും. പിന്നെ ഈ കള്ളത്തരങ്ങൾ വ്യാജമൊന്നും സഫലമാകൂല, കാര്യം നടത്തിക്കൊടുക്കാൻ ആളില്ലാതാവും. മൊത്തം ദൈവം തന്നെ തോൽപ്പിക്കും, അവരെയൊക്കെ ബന്ധിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുകൂടെ, ഞാൻ നേരത്തെ പറയുന്നത് പോലെ അതൊക്കെ മറ്റു ഡയമെൻഷനിലെ കാര്യങ്ങളാണ്. അവരെയൊക്കെ ഒതുക്കും, തോൽപ്പിക്കും എന്നേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പൊ അത് ചെയ്യും, ചിലതിനെയൊക്കെ നശിപ്പിച്ച് കളയും കേട്ടോ, അങ്ങനെയും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ വലിയ വാസ്തവം. അപ്പൊ ഇങ്ങനെ ഇവർ വന്ന് മനുഷ്യരെ ശരി മനസ്സിലാക്കി ശരിയായ രീതിയിൽ യഥാർത്ഥ ധർമ്മം അല്ലെങ്കിൽ യഥാർത്ഥ നിയമങ്ങൾ പാലിച്ച് ഈ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തി ആ ഒരു പരസ്പരം അണ്ടർസ്റ്റാൻഡ് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാലം പണ്ടുണ്ടായിരുന്നു. അത് ആ സമയത്താണ് ഈ അദൃശ്യ ഈ ആസുരിക ശക്തികൾ പതുക്കെ മനുഷ്യനെ സ്വപ്നത്തിലൂടെയും അല്ലാതെയും അവരെ സ്വാധീനിച്ച് വഴിതെറ്റിച്ച് പ്രീതിപ്പെടുത്തി ഇങ്ങനെ കൈക്കൂലി വാങ്ങിച്ച് കാര്യം സാധിച്ചിടാൻ തുടങ്ങിയത്. ഇങ്ങനെ വന്നപ്പോഴാണ് ശരിക്കും ദൈവം ഈ കാര്യത്തെ അപ്ഡേറ്റ് ചെയ്ത്, കൃഷ്ണനൊക്കെ ശേഷം ഇതിനൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതാണ് ഈ ബുദ്ധനിലൂടെയൊക്കെ ഒരു അപ്ഡേറ്റ് ചെയ്തത്. അതായത് ഇനി നിങ്ങൾ ദൈവമുണ്ടെന്നോ ദേവീദേവന്മാരുടെ പിറകെ പോണ്ട, ധർമ്മം മാത്രം പാലിച്ചാൽ മതി, നിയമങ്ങൾ മാത്രം പാലിച്ചാൽ മതി. അങ്ങനെ നിങ്ങളെ സൃഷ്ടിക്കാനായിട്ട് ഒരു ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊന്നും നിങ്ങളെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എന്ന രീതിയിൽ ജനങ്ങളെ മാറ്റി പഠിപ്പിക്കാൻ ശ്രമിച്ചതേ ഇങ്ങനെ സൃഷ്ടാവുണ്ട് ആ പ്രീതിപ്പെടുത്താം. അങ്ങനെയാണെങ്കിൽ നിരന്തരം പ്രാർത്ഥിച്ചാൽ കാര്യം സാധിക്കും.
പിന്നെ ഇടനിലയിലായിട്ട് ഒരുപാട് ദേവന്മാർ ദേവതകളുണ്ട്, അവർക്ക് കൈക്കൂലെടുത്താൽ കാര്യം സാധിക്കും എന്ന ലെവലിൽ വന്നതുകൊണ്ടാണ് ബുദ്ധനിലൂടെ ഇങ്ങനൊരു അപ്ഡേഷൻ കൊടുത്തത്. അല്ലാതെ ശരിക്കും അങ്ങനെ സൃഷ്ടാവ് ദൈവം ഇല്ലാത്തതുകൊണ്ടല്ല, ഇല്ല എന്ന രീതിയിൽ ബുദ്ധന് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അങ്ങനെ ജനങ്ങളെ പഠിപ്പിക്കാൻ പോകത്തുള്ളൂ. എന്തിനാണ് ഈ ദൈവമായിരുന്നു, ദൈവത്തിന്റെ പിറകെയോ ഇങ്ങനെയുള്ള അദൃശ്യ ശക്തിയുടെ പിറകെയോ നമ്മൾ അന്വേഷിച്ച് ഓടേണ്ട ആവശ്യം ശരിക്കും വരുന്നില്ല. ഒരു മനുഷ്യൻ ഭൂമിയിൽ അയച്ചാൽ ആ മനുഷ്യൻ ഇങ്ങനെയുള്ള സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് അവൻ നീതിയും ധർമ്മവും പാലിച്ച് ആ നിയമങ്ങൾ പാലിച്ച് മര്യാദയ്ക്ക് ജീവിച്ചാൽ അത് മതി, ആ ആത്മാവിന് മോക്ഷം ലഭിക്കും. ഇത്രയേ ഉള്ളൂ. അതിനെ ബുദ്ധിമാനായ മനുഷ്യര് ഇതിനെക്കുറിച്ച് പലതും ചിന്തിച്ചും ധ്യാനിച്ചും ചോദിച്ചെടുത്തും മറ്റേ അതിർശക്തികളിൽ നിന്ന് ഒരുപാട് അറിവ് ഇങ്ങനെയൊക്കെ സമ്പാദിച്ച് അത് മൊത്തം തലതിരിഞ്ഞു പോയത് കൊണ്ടാണ് പിന്നീട് എന്നെ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലൂടെയൊക്കെ ഈ ശരി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ആവശ്യമില്ലാത്ത സാധനങ്ങൾ മനുഷ്യരുടെ തലയ്ക്കകത്ത് കയറി കഴിഞ്ഞു. ഇപ്പൊ മനുഷ്യരെല്ലാം കൺഫ്യൂസ്ഡ് ആണ്, ഏതാണ് ശരി ഏതാണ് തെറ്റ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ദൈവത്തിന്റെ പുറകെ പോവേണ്ട ആവശ്യമില്ല. ചുമ്മാ അമ്പലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ആരെയും പ്രീതിപ്പെടുത്താനോ ഒരു ദേവതകളെയോ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. അത് ബുദ്ധനിലൂടെ ആ പ്രോസസ്സിനെ അപ്ഡേറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു. ഇനി അതിന്റെ പുറകെ പോകേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ട് അത് അത്ര കണ്ട് സക്സസ് ആവാത്തത് കൊണ്ടാണ്. കാര്യം ദൈവമുണ്ട്, സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഇനി അങ്ങനെ ഒരു സ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ ധർമ്മം മാത്രം പാലിച്ചാൽ മതി, നിങ്ങൾ നീതി ന്യായം ആയിട്ട് ജീവിച്ചാൽ മതി, സ്നേഹം കരുണ ഇത് ചെയ്താൽ മതി എന്ന് പഠിപ്പിച്ചപ്പോൾ ജനങ്ങളാകെ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ് പിന്നീട് യേശുവിലൂടെയൊക്കെ ബുദ്ധൻ പറഞ്ഞ സെയിം കാര്യങ്ങൾ പറയുകയും പ്ലസ് സൃഷ്ടാവായ ദൈവം ഉണ്ട് എന്ന രീതിയിൽ വീണ്ടും ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നത്. അപ്പം കുറെ ആൾക്കാർക്ക് ഹാപ്പിയായി, കാര്യങ്ങൾ ഓക്കെയായി. എന്നിട്ടും ഇതിന്റെയൊക്കെ പിറകെ വഴിതെറ്റി. കാര്യം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമേ എങ്ങനെയെങ്കിലും മെനക്കെടാതെ, അതായത് കൈ നനയാതെ മീൻ പിടിക്കുക എന്നൊരു അടിസ്ഥാന സ്വഭാവം മനുഷ്യന്റെ ഉള്ളിൽ ആയിപ്പോയി. അത്രയും നെഗറ്റീവ് മൈൻഡിലായിപ്പോയി മനുഷ്യന്. അതുകൊണ്ടാണ് സ്വന്തമായി അധ്വാനിച്ച് അല്ലെങ്കിൽ സ്വന്തമായി നന്നായി സ്വന്തമായി നിയമം പാലിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ ദേവതകളെ പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കാതെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചും അവരുടെ സുഖം അനുസരിച്ചും എങ്ങനെ ജീവിക്കാം എന്നിട്ട് കാര്യം സാധിക്കാൻ വേണ്ടി ആരെങ്കിലും പോയി കണ്ട് എന്തെങ്കിലും പ്രതിവിധിയോ അല്ലെ ഏലസോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിന് അങ്ങോട്ട് കുറെ നേർച്ചയോ. കാര്യം അങ്ങോട്ട് കുറെ നേർച്ചയില്ല, അവർക്ക് നമ്മളെ പഴവും അവിലും പൊരിയും തേങ്ങയും ശർക്കരയും ആവശ്യമൊന്നുമില്ല. പക്ഷെ അതൊക്കെ അങ്ങോട്ട് കൊടുത്ത് ഈ കാര്യം സാധിക്കണമെങ്കിലാ എന്ന് വിചാരിച്ച് ചെയ്യുന്നത് മനുഷ്യന്റെ ആ ഒരു മനസ്സങ്ങനെ ആയിപ്പോയത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ വരുന്നപ്പോ ഇത് മുതലെടുത്തും കൊണ്ട് ഈ പൈശാചിക ശക്തികളാണ് ഈ ആൾക്കാർക്ക് കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് ദൈവം ഇപ്പൊ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്ട്രിക്റ്റ് ആയി. ഇനി ഇങ്ങനെ കളിച്ച് പിള്ളേർ കളിച്ചായിട്ട് മുന്നോട്ട് കൊണ്ട് പോകൂല, അതെല്ലാം സ്ട്രിക്റ്റ് ചെയ്തു. ഇനി ഇങ്ങനെ കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുന്ന അല്ലെങ്കിൽ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നു എന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ കാര്യം കാണാൻ നടക്കുന്നവർക്കൊന്നും ഇനി കാര്യം സാധിക്കില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ സത്യമുണ്ട്. നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തികളാണെന്ന് തിരിച്ചറിയണം. അവരുടെ ഇഷ്ടം അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ധർമ്മം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതനുസരിച്ച് ഇപ്പൊ എന്നെ നിയന്ത്രിക്കുന്ന ഒരുപാട് ശക്തികളുണ്ട്, എനിക്ക് തന്നെ അറിയാം. നിങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ശക്തികളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് ആരാണ് എന്താണ് നിങ്ങൾ അതിന്റെ പിന്നിലുള്ള സകല സത്യവും തിരിച്ചറിയണം. വേണമെങ്കിൽ മതി, വേണ്ടെങ്കിൽ ഇതൊന്നും തിരിച്ചറിയണ്ട, ഒന്നും മനസ്സിലാക്കണ്ട. നേരെ നമ്മുടെ ഉള്ളിലൂടെ ദൈവമായിട്ട് സംസാരിക്കുക, പ്രാർത്ഥിക്കുക. ഈ അദൃശക്തികൾ സമയാസമയം കാര്യങ്ങളെല്ലാം ചെയ്തു തന്നോളും എന്ന രീതിയിൽ നിങ്ങൾ മനസ്സ് വെച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല, ഈ ശക്തികളെ ഈ ദേവീയമാരെ അല്ലെങ്കിൽ ഈ അദൃശ്യ ശക്തികളൊക്കെ തിരിച്ചറിയണം, അവരെയൊക്കെ എനിക്ക് പ്രീതിപ്പെടുത്തണമെന്ന് ആർക്കെങ്കിലും അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സകലതും മനസ്സിലാക്കണം. ഈ ദേവന്മാർ അല്ലെങ്കിൽ ദേവതകൾ ഈ ഹൈന്ദവത്തിൽ പറയുന്നതിന് അവരുടെ പേരുകൾ എന്താണ്, അവരുടെ ശരിക്കുള്ള ഡ്യൂട്ടീസ് എന്താണ്, യഹൂദ മതത്തിൽ ഇവർ ആരാണ്, ഇസ്ലാം മതത്തിൽ ഈ അല്ലെങ്കിൽ ഈ മലക്കുകൾ എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള വ്യത്യാസം അവർ ഒന്നാണോ, ഇങ്ങനെ നമ്മൾ ഈജിപ്തിന്റെ കാര്യങ്ങൾ നോക്കണം, റോമ അവിടുത്തെ നോക്കണം. അങ്ങനെ ലോകത്തുള്ള സകല ഇങ്ങനെയുള്ള ദേവന്മാരെ വെച്ച് നമ്മൾ ഫുള്ള മനസ്സിലാക്കി ഇതിന്റെ പിന്നിൽ എല്ലാം പ്രവർത്തിക്കുന്നത് ദൂതൻ അല്ലെ ആ ദേവനെ നിങ്ങൾ ശരിക്കും തിരിച്ചറിയണം. അതിന് ഒരു പേര് നിങ്ങൾ ഇടാൻ പാടില്ല. നിങ്ങൾ ഏതെങ്കിലും പേരിട്ടാൽ ആ ദേശത്തെ പേരായി പോവും. ഉടനെ അതിലൂടെ ഈ അസുര ശക്തികളായിരിക്കും നിങ്ങളെ സ്വാധീനിക്കാൻ വരുന്നത്. അപ്പൊ ഒരു പേരും ഇടാൻ പാടില്ല. അങ്ങനെ ഒരു ദേവൻ അല്ലെങ്കിൽ ദേവത ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ദേവതയ്ക്ക് അടുത്ത ഇഷ്ടമുള്ള രീതികൾ, സ്വഭാവങ്ങൾ, ആ നിയമങ്ങൾ എന്താണെന്ന് അടുത്ത തിരിച്ചറിയണം. അതും തിരിച്ചറിഞ്ഞ് ആ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനിഷ്ടമുള്ള രത്നക്കല്ല് ഏത് കളർ കല്ലാണ്, ഏത് കളർ ഡ്രസ്സാണ്, ആ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. ഇതിൽ പിന്നെ കാര്യങ്ങളുണ്ട്, ചില പുഷ്പങ്ങളിൽ കാര്യമുണ്ട്, ചില ആഹാരത്തിൽ കാര്യമുണ്ട്. അങ്ങനെ ആ ദേവന്റെ ആഹാരം കഴിക്കുകയോ ആ ദേവന്റെ ആ കളർ ഡ്രസ് ഇടുകയും ആ ദേവന്റെ ആഭരണങ്ങൾ ധരിക്കുക, ഇങ്ങനെ കറക്റ്റ് നമ്മൾ മനസ്സിലാക്കി കറക്റ്റ് അതേപോലെ ചെയ്താൽ ആ ദേവന്റെ പ്രസൻസ് വന്നിരിക്കും. ഇത് വേണോ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഒരിക്കലും ഒരു രൂപമോ
ഒരു പേരോ നമ്മൾ ഈ കണ്ടുവരുന്ന ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ ആ പേരിലും ആ രൂപത്തിൽ നിൽക്കുന്ന ഈ ആസുരിക പൈശാചിക ശക്തിയെ ഓടി വരുള്ളൂ, ശരിക്കുള്ളത് വരൂല. അപ്പൊ ഒരു രൂപോ പേരോ ഒന്നും ഇല്ലാതെ അങ്ങനെ ഒരു ദേവനുണ്ടെന്ന് മനസ്സിലാക്കി, ആ ദേവൻ നമ്മളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ആ ദേവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയും നേരത്തെ പറഞ്ഞുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ സ്വാധീനം കൂടി വരും. ഇങ്ങനെ ഓരോ ദേവന്മാരെ നമ്മൾ പ്രീതിപ്പെടുത്തി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അതിന്റേതായ ഫലം വരും. ഇത് പാടായതുകൊണ്ടാണ് എന്നിലൂടെയൊക്കെ ദൈവം പറയുന്നത്, ഇവരൊക്കെ ഉണ്ട്, ഇവരൊക്കെ നിങ്ങളെ കാര്യങ്ങൾ ചെയ്തു തരും. പക്ഷെ നിങ്ങൾ അവരെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെ പുറകെ ഒന്നും ഇനി പോവേണ്ട ആവശ്യം വരുന്നില്ല. ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ച് നിന്നാൽ മതി. ഈ ദൈവത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് കിട്ടി, അവർ തന്നെ സമയസമയം എല്ലാ കാര്യങ്ങളും ചെയ്തോളും. ഇത് മതി. ഇതാണ് ആദ്യമേ മനുഷ്യന് വെച്ചിരിക്കുന്ന വ്യവസ്ഥ. പിന്നെ മനുഷ്യന് ഓരോന്ന് ധ്യാനിച്ചും ചോദിച്ചും മറ്റു ശക്തികളോട് മനസ്സിലാക്കിയ ഒരുപാട് അറിവ് കിട്ടിയത് കൊണ്ടാണ് ഇത് ഇങ്ങനെ കോംപ്ലിക്കേഷൻ ആയി പോയതും അതിലൂടെ ഈ ആസുരിക ശക്തികൾ വ്യാജം കൊണ്ട് ഇറക്കി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ ഇറക്കി പ്രവർത്തിക്കാനും കളിക്കാനൊക്കെ തുടങ്ങിയത്. ഇത് മനസ്സിലാക്കുക. ഇപ്പൊ നമുക്ക് തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു ബൈക്കുണ്ട്, അല്ലെ 2 വീലർ ഉണ്ട്. ഈ 2 വീലറിന് ഒരുപാട് മെക്കാനിക്കൽ പരിപാടികളുണ്ട്. നട്ട്, ബോൾട്ട്, സ്ക്രൂ, എഞ്ചിൻ, അത് ഇതെല്ലാം ഉണ്ട്. ബ്രേക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും അറിയാതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിക്കണം, റോഡ് നിയമം പാലിക്കുക, ഇൻഷുറൻസ്, അത്യാവശ്യം ലൈസൻസ് ഒക്കെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും കംപ്ലൈന്റോ എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും ബ്രേക്കിന് കംപ്ലൈന്റ് എന്ത് വന്നാലും നമുക്ക് അപ്പോഴും തന്നെ നമുക്ക് ഈ കമ്പനിയായിട്ട് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കി എടുക്കാം. അതിൽ ഒരു കുഴപ്പമില്ല. എന്നാൽ അത്യാവശ്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന രീതികൾ, ബ്രേക്കിന്റെ പ്രവർത്തനം, ഓയിലിന്റെ കാര്യങ്ങൾ, നട്ടും ബോൾട്ടുകൾ അവിടേക്ക് ഇരിക്കുന്ന എന്തിനാണ്, അല്ലെങ്കിൽ ഇതിന്റെ വയറിംഗ് രീതി എന്താണ് എന്നൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയ നമുക്ക് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ കമ്പനിയിൽ കൊണ്ടുപോവുകയോ ചെയ്യാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം നമുക്ക് തന്നെ റിപ്പയർ ചെയ്തെടുക്കാം. ഇതേ പ്രോസസ് തന്നെയാണ് ശരിക്കും മനുഷ്യരിലൂടെ ഈ ദേവതാ സങ്കല്പത്തിന്റെ അറിവ് വരുന്നത്. ഈ ഒരു അറിവ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യത്തിന് ദൈവമേ രക്ഷിക്കണേ, പ്രശ്നങ്ങൾ മാറ്റിത്തരണേ എന്ന് നമ്മൾ പറഞ്ഞ് ദൈവത്തെ കിടന്ന് വിളിക്കാതെ, അതായത് കമ്പനി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാതെ അല്ലെ കമ്പനിയിൽ തന്നെ നേരിട്ട് പോകാതെ ഇതിനെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ സംഗതികൾ മനസ്സിലാക്കിയാൽ, അല്ലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദേവീ ദേവന്മാരെയൊക്കെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ അവരെ പ്രീതിപ്പെടുത്തി അവർക്ക് വേണ്ട രീതിയിൽ കാര്യം ഡീൽ ചെയ്ത് ഇതൊക്കെ വെച്ചാണ് ഈ ചക്രാസിനെ ഉണർത്തി ഓരോ 7 ചക്രത്തിന്റെ ഓരോ ഭാഗങ്ങൾ പവർഫുൾ ആക്കുന്നു, ഓരോ കാര്യങ്ങൾ റെഡിയാക്കി എടുക്കുന്നു എന്നൊക്കെ പറയുന്ന ഇതേ രീതിയിലാണ് നമ്മുടെ ശരീരത്തിലും ഈ ദേവീദേവന്മാരുടെ അല്ലെങ്കിൽ അവരുടെ എനർജി കേന്ദ്രങ്ങളുണ്ട്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ദൈവത്തോട് കിടന്ന് വിളിച്ച് ബഹളം വയ്ക്കാതെ പ്രാർത്ഥിക്കാതെ ഇങ്ങനെ ആവാഹിച്ചും പ്രാർത്ഥിച്ചും ആ ദേവന്റെ കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് സ്വാധീനം ചെലുത്തി നമുക്കതിനെ പവർഫുൾ ആക്കി എടുക്കാം. ഇതാണ് ശരിക്കും ദൈവം ഈ മറ്റ് പോസിറ്റീവ് ശക്തികളിലൂടെയൊക്കെ ഉദ്ദേശിച്ചിരുന്ന കാര്യം. പക്ഷെ ഇതെല്ലാം തലയിരിഞ്ഞു പോയി. ഇപ്പൊ ഈ കാര്യസാധ്യതയ്ക്ക് വേണ്ടി വളഞ്ഞ വഴി കൂടെ ഇങ്ങനെയുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ മനുഷ്യരാരും ശരിക്കുള്ള ധർമ്മത്തിൽ പോകുന്നില്ല. ഇപ്പൊ എന്ത് ജോലി ചെയ്താലും അല്ലെങ്കിൽ എന്ത് കർമ്മം ചെയ്താലും ഈ ദേവന്മാരെ ദേവികളെ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ സംഘം അവരെ സമർപ്പിച്ചും കൊണ്ടൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ. ചിലർ ഈ ജോലി തുടങ്ങുന്നതിന് മുമ്പേ ഓടിയൊന്ന് പ്രാർത്ഥിച്ച് തറയെ തൊട്ടൊക്കെ ഒന്ന് വണങ്ങി എന്നിട്ടാണ് ജോലി തുടങ്ങുന്നത്. ഇപ്പൊ ഒരു ഹോട്ടലാണെങ്കിലും കട തുടങ്ങിയ ഉടനെ വിളക്കൊക്കെ കത്തിച്ച് ഇത് ഇങ്ങനെ. ചിലര് ആശാരിപ്പണിക്കാരനാണെങ്കിൽ വന്ന ഉടനെ ഒന്ന് ജസ്റ്റ് തൊഴുത് ഒരു സാമ്പ്രാണിയോ വല്ല കത്തിച്ച് വെച്ചിട്ട്, ഇതൊക്കെയാണ് ഒരു തൊഴിൽ തുടങ്ങുന്നതിന് മുന്നമേ നമ്മൾ ആ ദേവീ ദേവന്മാർക്ക് അല്ലെങ്കിൽ ദേവതകൾക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ജോലി തുടങ്ങുന്ന വെച്ചാൽ ഇത് ആ ദേവിയെ അല്ലെങ്കിൽ ദേവനെ സമർപ്പിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു ചടങ്ങായിപ്പോയി. ഇപ്പൊ അങ്ങോട്ട് മെഴുതിയും കത്തിച്ച് വെച്ച് സമർപ്പിച്ചിട്ട് ഉടായ്പും വേലത്തരവും കള്ളത്തരങ്ങളുമാണ് ആ തൊഴിൽ അത്രയും കിടന്ന് കാണിക്കണം. ഇത് കണ്ട് ദേവിയെന്നല്ല ദേവനെന്നല്ല ആരാന്നല്ല എടുത്തിയാൽ ഓടിപ്പോകും. കാരണം ആ ലെവലിലാണ് വേലത്തരങ്ങൾ അത്രയും കിടന്ന് കാണിക്കുന്നത്. അപ്പൊ നമ്മളൊരു തൊഴിൽ തുടങ്ങുമ്പോൾ ദേവീ ദേവന്മാരെ ആരെങ്കിലും സമർപ്പിച്ചും കൊണ്ട് ആ തൊഴിലിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും നീതിയായിട്ട് ചെയ്താലേ ആ അർപ്പണം കറക്റ്റ് ആവുള്ളൂ. ഇത് വെഴുകുരിയോ അല്ലെ സാമ്പ്രാണിയോ തൊട്ടുമൊക്കെ തൊഴുത് തുടങ്ങിയിട്ട് പിന്നെ അവര് ബോധിച്ചതുപോലെ കള്ളത്തരങ്ങളും വേലത്തരങ്ങളൊക്കെയാണ് ആ തൊഴിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, മടി എങ്ങനെ വളഞ്ഞ വഴി കൂടെ മുതലാളി ഇരുന്ന് പൈസ ഒപ്പിക്കാൻ, ജോലി ചെയ്യാതെ എങ്ങനെ കാശുണ്ടാക്കാം, ഇതൊക്കെയാണ്. പിന്നെ കൂടുതൽ മെറ്റീരിയൽ വാങ്ങിച്ച് ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ കമ്മീഷൻ ഒപ്പിക്കാം, ഇങ്ങനെ സകല കള്ളത്തരങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ തുടങ്ങി? ആ ദേവിയെ അല്ലെങ്കിൽ ദേവത അല്ലെ ദൈവത്തെ അർപ്പിച്ചും കൊണ്ട് തൊട്ട് തൊഴുത് തുടങ്ങണതാണ് ഈ കള്ളത്തരത്രയും. ഇതെല്ലാം വ്യാജമായി പോയി. അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ പ്രകൃതി സ്ട്രിക്റ്റ് ആയത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.